അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്ത ആക്രമണങ്ങൾക്ക് പിന്നാലെ US നാവികസേനയ്ക്ക് നേരെ കടുത്ത താക്കീതുമായി മുൻ IRGC കമാൻഡറും മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥനുമായ മൊഹ്സൻ റിസായി രംഗത്ത്. പേർഷ്യൻ ഗൾഫിലേക്ക് ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലിനെയോ ഒരു കപ്പലിനെയോ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സർക്കാർ നിയന്ത്രിത വാർത്താ ഏജൻസിയായ ഫോക്സ് ന്യൂസ് പുറത്തുവിട്ട ടെലിഗ്രാം സന്ദേശത്തിലാണ് അദ്ദേഹം ഈ മുന്നറിയിപ്പ് നൽകിയത്. സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മേഖലയിൽ അമേരിക്ക ഒരു വലിയ കപ്പൽ പടയെ വിന്യസിച്ചിരുന്നു. ഇറാനിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ടോമഹോക്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതിന്റെയും വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്നുയരുന്നതിന്റെയും ദൃശ്യങ്ങൾ US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടിരുന്നു. ശനിയാഴ്ച ആക്രമണത്തിന് തൊട്ടു മുൻപ് ചില US കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലും മറ്റുള്ളവ അറബിക്കടലിലും നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ നിലവിൽ ഇവ എവിടെയാണെന്ന വിവരം അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. പേർഷ്യൻ ഗൾഫിലെ അമേരിക്കൻ സാന്നിധ്യം പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് US കപ്പലുകളെ നേരിടാൻ IRGC നേവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതിന് പിന്നാലെ പേർഷ്യൻ ഗൾഫിലേക്കുള്ള പ്രവേശനം കൂടി നിരോധിച്ചത് ആഗോള എണ്ണ വിതരണത്തെ ഗുരുതരമായി ബാധിക്കും. ഗൾഫ് മേഖലയിലുടനീളം യുദ്ധവിമാനങ്ങളുടെയും മിസൈലുകളുടെയും സാന്നിധ്യം വർദ്ധിച്ചതോടെ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകളും ഇപ്പോൾ മങ്ങുകയാണ്. എണ്ണ വിപണിയിലെ ആശങ്കകളെ തുടർന്ന് ലോകത്തെ ഏറ്റവും വലിയ ദ്രാവക പ്രകൃതിവാതക കയറ്റുമതിക്കാരായ ഖത്തർ തങ്ങളുടെ കപ്പലുകളോട് യാത്രകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. പേർഷ്യൻ ഗൾഫിലൂടെ കടന്നുപോകേണ്ടിയിരുന്ന ഡസൻ കണക്കിന് ടാങ്കറുകൾ ഇതിനകം തന്നെ വഴിതിരിച്ചു വിട്ടുകഴിഞ്ഞു. സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലെന്ന US നേവിയുടെ മുന്നറിയിപ്പിനെ തുടർന്ന് പ്രമുഖ ഷിപ്പിംഗ് കമ്പനികൾ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇന്ധന വിതരണത്തിലുണ്ടായ തടസ്സം പണപ്പെരുപ്പത്തിനും വിലക്കയറ്റത്തിനും കാരണമാകുമെന്ന് കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യചിഹ്നം. ഈ പാത നിലവിൽ സുരക്ഷിതമല്ലെന്ന ഇറാന്റെ മുന്നറിയിപ്പ് എണ്ണ വ്യാപാരികൾക്കിടയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ലോക വിപണിയിലെത്തുന്ന പ്രധാന ചാനലാണിത്. ഈ കടലിടുക്ക് ദീർഘകാലത്തേക്ക് അടച്ചിടാൻ ഇറാൻ തീരുമാനിച്ചാൽ അത് ലോകത്തിന് താങ്ങാനാകാത്ത സാമ്പത്തിക ആഘാതമാകും സൃഷ്ടിക്കുക. മുൻപ് 2022 റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് എണ്ണവില ബാരലിന് $140 സമാനമായ ഒരു സാഹചര്യം ഇവിടെയും പ്രതീക്ഷിക്കപ്പെടുന്നു. നിലവിൽ ബാരലിന് $72 എന്ന നിരക്കിലുള്ള ക്രൂഡ് ഓയിൽ വില സംഘർഷം നീണ്ടുനിന്നാൽ $100 മുകളിലേക്ക് കുതിക്കാൻ വരെ സാധ്യതയുണ്ട്. ഇത് ഗതാഗതം, നിർമ്മാണം തുടങ്ങിയ മേഖലകളെ ബാധിക്കുകയും ആഗോള പണപ്പെരുപ്പം 0.7% വരെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതോടെ പലിശ നിരക്ക് കുറയ്ക്കാൻ ആലോചിച്ചിരുന്ന ലോകത്തെ കേന്ദ്ര ബാങ്കുകൾ തങ്ങളുടെ നയം മാറ്റാൻ നിർബന്ധിതരായിരിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. UAE-യിലേക്കും ഖത്തറിലേക്കും ടാങ്കറുകൾ അഭയം തേടുന്നത് തുടരുകയാണ്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർക്ക് ദ്വീപിന് സമീപം സ്ഫോടനങ്ങൾ നടന്നതായി ടാങ്കർ ജീവനക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിസന്ധി മറികടക്കാനുള്ള മുൻകരുതലുകളും ചില രാജ്യങ്ങൾ എടുത്തിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിക്കാരായ സൗദി അറേബ്യ ഹോർമുസ് കടലിടുക്ക് ഒഴിവാക്കി എണ്ണ എത്തിക്കാനുള്ള പൈപ്പ് ലൈനുകളും സമാന്തര വിതരണ ശൃംഖലകളും സജ്ജമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒപെക് രാജ്യങ്ങൾ ചർച്ച നടത്തും. ചൈന തങ്ങളുടെ കരുതൽ ശേഖരം ഉപയോഗിക്കുന്നത് വഴി വിലക്കയറ്റത്തിന്റെ ആഘാതം ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിഞ്ഞേക്കുമെന്ന വിലയിരുത്തലുകളുമുണ്ട്. മധ്യേഷ്യൻ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെയും ആഗോള വ്യാപാര പാതകളെയും ഈ യുദ്ധ സാഹചര്യം കീഴ്മേൽ മറിക്കുമെന്നതിൽ സംശയമില്ല. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയിയെ വധിച്ചതിന് പിന്നാലെ ഇറാനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അമേരിക്ക രംഗത്തെത്തിയിട്ടുണ്ട്. മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ ശ്രമിച്ചിരുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിലെ US അംബാസിഡർ മൈക്ക് വാട്സ് ആരോപിച്ചു. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.